എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അവസരം. അപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു എക്സാമിൻ്റെ മോഡൽ ടെസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു മോഡൽ എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യം, അത് എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു എക്സാം ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ടാണ് ഇത്തവണ നടത്തുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ടെസ്റ്റ് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കീം പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു CBT മോഡിലാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ടാണ് കമ്പ്യൂട്ടറിലാണ് നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സാമിലേക്ക് പോവുക. അതായത് ഓരോ എക്സാമിൻ്റെ ആ ഒരു ടൈം നിങ്ങൾക്ക്, അതായത് ഡൗൺ ആയിട്ടുള്ള ടൈമർ ഉണ്ടാവും. അതായത് 3 മണിക്കൂറിൽ നിന്നും നേരെ 0ലേക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ടൈമർ ഉണ്ടാവുക. ആദ്യം 15 മിനിറ്റിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റിൻ്റെ ആ ഒരു സമയം അവസാനിക്കുന്ന സമയത്ത് പിന്നീട് ഒറിജിനൽ എക്സാമിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കിടയിൽ എന്തെങ്കിലും, അതായത് കമ്പ്യൂട്ടർ സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിടത്ത് നിന്ന് ജസ്റ്റ് കൈ ഉയർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 മണിക്കൂർ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ 3 മണിക്കൂറും അതുപോലെ തന്നെ ഫാർമസി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 2 മണിക്കൂറുമാണ്, 1.5 മണിക്കൂറുമാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.